Good morning, dear students. ഇപ്പോൾ നമ്മൾ ചെറിയ പ്രോഗ്രാംസ് നോക്കുകയാണ്, പൈത്തണിലെ പ്രോഗ്രാംസ്. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ചെക്ക് ദ നമ്പർ ഈസ് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, അതോ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് ചെയ്യാണ്, നം എന്ന വേരിയബിളിലേക്ക് ഇൻപുട്ട് ചെയ്യാണ്. നം ഈസ് ഈക്വൽ നംന്നോ എന്നോ എന്ത് വേണം യൂസ് ചെയ്യാം. നം ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ എ നമ്പർ. നമ്മൾ കീബോർഡ് വഴി ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യുകയാണ്. ദെൻ വി ആർ ചെക്കിങ് ഇഫ് നം ഗ്രേറ്റർ ദാൻ സീറോ കോളൻ ഒരു ടാബ് സ്പേസ് വിട്ടിട്ട് പ്രിൻ്റ് ഇസ് എ പോസിറ്റീവ് നമ്പർ. എലീഫ്, ഇപ്പോൾ എൽസീഫ് പോലെ സിയിലെ എൽസീഫ് പോലെ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് എലീഫ്. എലീഫ് നം ഈക്വൽ ടു സീറോ ആണെങ്കിൽ യു ക്യാൻ പ്രിൻ്റ് സീറോ, എൽസ് പ്രിൻ്റ് നെഗറ്റീവ്. അപ്പോൾ എലീഫിലും നമുക്ക് കോളൻ യൂസ് ചെയ്യണം, അത് മിസ്സായി പോയതാണ്. ഓക്കെ, നമ്മൾ നമ്പർ ഇൻപുട്ട് ചെയ്തു. ഈഫ് വെച്ച് നമ്പർ ഗ്രേറ്റർ ദാൻ സീറോ ആണോ ചെക്ക് ചെയ്തു, അല്ലെങ്കിൽ എലീഫ് നമ്പർ സീറോ ആണോ ചെക്ക് ചെയ്തു, എൽസ് നെഗറ്റീവ് നമ്പർ. ഓക്കെ, അപ്പോൾ ഈ പ്രിൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രാക്കറ്റ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ബ്രാക്കറ്റ് ചിലതിൽ യൂസ് ചെയ്യുന്നത് അത് പ്രശ്നമില്ല, രണ്ട് ഫോർമാറ്റും സപ്പോർട്ട് ചെയ്യും. നെക്സ്റ്റ് പ്രോഗ്രാം കൺവേർട്ട് ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസിൽ ഇൻപുട്ട് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഡിഗ്രി സെൽഷ്യസിൽ ഡി ഈക്വൽ ടു ഇൻപുട്ട് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ കീബോർഡ് വഴി ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഡിയിലേക്ക് ഇൻപുട്ട് ചെയ്തു. ദെൻ എഫ് ഈക്വൽ ടു ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ എഫ് ഈക്വൽ ടു 1.8 C + 32. അതിങ്ങനെ 1.8 സ്റ്റാർ C + 32. ദെൻ റിസൾട്ട് പ്രിൻ്റ് ചെയ്യാം. പ്രിൻറ്റ് ദ കൺവേർട്ട് ടെമ്പറേച്ചർ ഈസ് എഫ്. എഫിലാണ് ഇപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ആ എഫ് നമ്മൾ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാം ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സർക്കിൾ. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ റേഡിയസ് ആണ് ഇൻപുട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആർ ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ റേഡിയസ് നമ്മൾ ഇൻപുട്ട് ചെയ്യാം. ദെൻ ഏരിയ ഈക്വൽ ടു 3.1.4 സ്റ്റാർ ആർ സ്ക്വയർ ആണ്. ആർ സ്ക്വയർ നമ്മളിങ്ങനെ സ്റ്റാർ ആർ എന്ന് കൊടുത്തു. ദെൻ റിസൾട്ട് പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് ഏരിയ ഈസ് എ. എയിലാണ് ഇപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ദെൻ ഏരിയ ഈസ് എത്രയാണോ അതോടെ പ്രിൻ്റ് ചെയ്യും. നെക്സ്റ്റ് പ്രോഗ്രാം എ പ്രോഗ്രാം ടു സ്വാപ്പ് ടു നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സിനെ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ എക്സും വൈയിലും രണ്ട് നമ്പർ ഇൻപുട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ഫസ്റ്റ് നമ്പർ, വൈ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ സെക്കൻഡ് നമ്പർ. അപ്പോൾ രണ്ട് നമ്പർ ഇൻപുട്ട് ചെയ്തു. ഇനി ടി എന്നുള്ളൊരു ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യുക, കാരണം രണ്ട് വേരിയബിൾ നേരെ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടിയിലേക്ക് എക്സിനെ സ്റ്റോർ ചെയ്തു, വൈൻ്റെ വാല്യൂ എക്സിന് അസൈൻ ചെയ്തു. ദെൻ ടിയിലുള്ള എക്സിൻ്റെ വാല്യൂ വൈന് കിട്ടി. ഓക്കെ, ബൈ യൂസിങ് ദീസ് 3 steps വി ആർ സ്വാപ്പിംഗ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. ദെൻ പ്രിൻ്റ് ചെയ്യുക. സ്വാപ്ഡ് വാല്യൂ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ദ പ്രിൻ്റ് വാല്യൂ ഓഫ് വൈ ഈസ് വൈ എന്ന് പറഞ്ഞ് സ്വാപ്പ് ചെയ്തു. ദിസ് ഈസ് സ്വാപ്പിംഗ് ഓഫ് 2 വേരിയബിൾസ് ബൈ യൂസിങ് എ തേർഡ് വേരിയബിൾ ടി. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാം ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ax² + bx + c ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കോഎഫിഷ്യൻ്റായിട്ട് എയും ബിയും സിയും ഇൻപുട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സ്ക്വയർ റൂട്ട് എന്നുള്ള ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഇമ്പോർട്ട് സി മാത്ത്. മാത്തിന് പോലെ സി മാത്ത് എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഫംഗ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ട് സി മാത്ത്, ഇമ്പോർട്ട് സി മാത്ത്. പിന്നെ നമ്മൾ എയും ബിയും സിയും ഇൻപുട്ട് ചെയ്യണം. ഇപ്പോൾ എ ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ വാല്യൂ ഓഫ് കോഎഫിഷ്യൻറ്റ് എ, ബി ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ വാല്യൂ ഓഫ് കോഎഫിഷ്യൻറ്റ് ബി, സി ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ വാല്യൂ ഓഫ് കോഎഫിഷ്യൻറ്റ് സി. ഇപ്പോൾ എയും ബിയും സിയും ആണ് ഇൻപുട്ട് ചെയ്യേണ്ടത്, കാരണം ഇക്വേഷൻ ax² + bx + c ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിനാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി ഡിസ്ക്രിമിനൻ്റ് നമ്മൾ കണ്ടുപിടിക്കുക. ഡി ഈക്വൽ ടു b² - 4ac. അപ്പോൾ b² പകരം b**(2), b² - 4ac, 4 a*c. ഇനി സൊല്യൂഷൻ 1 എന്ന് പറഞ്ഞാൽ -b ± ഉണ്ട്. അപ്പോൾ സൊല്യൂഷൻ 1ഉം സൊല്യൂഷൻ 2 ഉണ്ട്. ഇപ്പോൾ സൊല്യൂഷൻ 1ഉം എഴുതി, സൊല്യൂഷൻ 2 എഴുതി. സൊല്യൂഷൻ 1 ഈക്വൽ ടു -b + cmath.√d/(2
2 star A. അതുപോലെ സൊല്യൂഷൻ 2 ഈക്വൽ ടു -b മൈനസ് സി മാത്ത് സ്ക്വയർ റൂട്ട് d/2a രണ്ട് ചെയ്തു. പ്രിൻ്റ് സൊല്യൂഷൻസ് ആർ സൊല്യൂഷൻ 1, സൊല്യൂഷൻ 2 എന്നാണ് നമ്മൾ കാണിച്ചു. ഓക്കെ, അപ്പോൾ ആകെ എത്ര ശ്രദ്ധിക്കാനുള്ളൂ. ഇവിടെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ടൊക്കെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് ഇമ്പോർട്ട് സി മാത്ത് ഉപയോഗിച്ചു. പിന്നെ സ്ക്വയർ റൂട്ടിൽ സി മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് ഓഫ് ഡി എന്ന് കൊടുത്തു. ഓക്കെ, അതാണ് ഇവിടെ ഒരു വ്യത്യാസമായിട്ടുള്ളത്. അതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സൊല്യൂഷൻ. അടുത്ത് റൈറ്റ് എ പ്രോഗ്രാം ടു ജനറേറ്റ് റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം. അപ്പോൾ അതിൽ നമ്മൾ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മളൊരു ലൈബ്രറി ഫയൽ കൊടുക്കുകയാണ്. ഇമ്പോർട്ട് റാൻഡം എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഫയലിനെ കോൾ ചെയ്യുകയാണ്. ഇമ്പോർട്ട് റാൻഡം. പിന്നെ പ്രിൻ്റ് ദ റാൻഡം നമ്പർ ഈസ് റാൻഡ് ഇൻഡ് ഓഫ് 0,9. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ റാൻഡം നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ 0 മുതൽക്ക് 9 വരെയുള്ളതിൽ വെച്ചിട്ടുള്ള ഒരു റാൻഡം നമ്പർ നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിലാകെ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ട് റാൻഡം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ ഇമ്പോർട്ട് സി മാത്ത് ചെയ്ത പോലെ തന്നെ ഇവിടെ ഇമ്പോർട്ട് റാൻഡം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. നെക്സ്റ്റ് പ്രോഗ്രാം ലാർജസ്റ്റ് എമോങ് 2 നമ്പേഴ്സ്. ആദ്യം 2 നമ്പർ ഇൻപുട്ട് ചെയ്യുക. എയും ബിയും ഇൻപുട്ട് ചെയ്തു. എൻ്റർ ഫസ്റ്റ് നമ്പർ, ഇൻപുട്ട് സെക്കൻഡ് നമ്പർ. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി കോളൻ ടാപ്പ് സ്പേസ് വിട്ടിട്ട് പ്രിൻ്റ് ദ ലാർജസ്റ്റ് ഈസ് എ. എൽസ് കോളൻ ടാപ്പ് സ്പേസ് വിട്ട് പ്രിൻ്റ് ദ ലാർജസ്റ്റ് ഈസ് ബി. ഇങ്ങനെയാണ് 2 നമ്പറിൽ ലാർജസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അടുത്തത് ലാർജസ്റ്റ് എമോങ് 3 നമ്പേഴ്സ്. ഇപ്പോൾ എയും ബിയും സിയും ഇൻപുട്ട് ചെയ്തു. എൻ്റർ ഫസ്റ്റ് നമ്പർ, എൻ്റർ സെക്കൻഡ് നമ്പർ, എൻ്റർ തേർഡ് നമ്പർ. പിന്നെ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. അപ്പോൾ ഇവിടെ ആൻഡ് എന്നുള്ളൊരു കണക്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി കോളൻ തൊട്ട് താഴെ എഴുതാൻ പറ്റില്ല. ടാപ്പ് സ്പേസിൽ ലാർജസ്റ്റ് ഈക്വൽ ടു എ. എലിഫ് ബി ഗ്രേറ്റർ ദാൻ എ ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി കോളൻ തൊട്ട് താഴെ ലാർജസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് ബി ആണ്. എൽസ് ലാർജസ്റ്റ് ഈക്വൽ ടു സി. അപ്പോൾ 3 കണ്ടീഷനും നമ്മളിവിടെ എഴുതി. എ ലാർജ് ആവുന്ന കണ്ടീഷനും ബി ലാർജ് ആവുന്ന കണ്ടീഷനും സി ലാർജ് ആവുന്ന കണ്ടീഷനും എഴുതി. അപ്പോൾ ഏതെങ്കിലും ഒന്ന് സക്സസ് ആയിട്ട് വർക്ക് ചെയ്ത് ലാർജസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ എയോ അല്ലെങ്കിൽ ബിയോ സിയോ. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് ദ ലാർജസ്റ്റ് ഈസ് ലാർജസ്റ്റ്. അപ്പോൾ ലാർജസ്റ്റിലാണ് ഇത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലാർജസ്റ്റ് എമോങ് 3 നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ.